ലോകത്ത് ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യ വർദ്ധിക്കുന്നതിൻ്റെ റിപ്പോർട്ടുകൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞ് തന്നെ നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. ആത്മഹത്യയുടെ പശ്ചാത്തലം വിവരിക്കുമ്പോൾ മനുഷ്യോൽപത്തി മുതൽക്ക് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു വികാരമാണ്, ഒരു ചിന്തയാണ് മരിക്കുക എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ആൽബർട്ട് കാമൂസ് പറയുന്നുണ്ട്, ഒരു ഫിലോസഫിക്കൽ റിഡിലാണ്, ഇതിന് ഉത്തരം കണ്ടെത്താൻ പ്രയാസമുള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആത്മഹത്യയെ സമീപിക്കുമ്പോഴും വെറും മനഃശാസ്ത്രപരമായി മാത്രം സമീപിക്കാൻ പറ്റില്ല. അതിന് ചിലപ്പോൾ മറ്റ് തലങ്ങൾ, ചിലപ്പോൾ എന്നല്ല ഉറപ്പായും മറ്റ് തലങ്ങളുണ്ട്. സാമൂഹിക തലങ്ങളുണ്ട്, അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങളുണ്ട്, പല രീതിയിലുണ്ട്. ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനതിൻ്റെ മാനസിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് നന്നാവുക തോന്നുന്നുണ്ട്. 2030 കൂടിയിട്ട് ലോകത്തുള്ള ആത്മഹത്യയുടെ ഇപ്പോൾ 8 ലക്ഷം ആളുകളാണ് ഒരു വർഷം ലോകത്ത് ആത്മഹത്യയിലൂടെ മാത്രം നഷ്ടപ്പെടുന്നത്. ആത്മഹത്യ എന്ന് പറയുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നിസ്സഹായരൊന്നുമല്ല ആത്മഹത്യയുടെ മുമ്പിൽ നമ്മളുള്ള. ഒരു പരിധിവരെ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് പോലും നമുക്കൊരു വലിയ എമൗണ്ട്, 8 ലക്ഷം എന്ന് പറയുന്നതിൻ്റെ വലിപ്പം, 8 ലക്ഷം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലാണെങ്കിൽ ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം. കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം, NCRBയുടെ കണക്ക് പ്രകാരം 1,70,000-ലധികം ആളുകളാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പോപ്പുലേഷനെ നമ്മൾ മനസ്സിൽ കാണുകയാണെങ്കിൽ വലിയൊരു സംഖ്യയാണ്. ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ അതിൽ നിന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ആ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജീവനെ അത് രക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞപ്പോൾ 2 വർഷമായിട്ട് നമ്മൾ കേരളത്തിൽ ഏതാണ്ട് ഒരു 2,000-2,000-ഓളം വിദ്യാർത്ഥികൾക്ക് എന്നല്ല യുവാക്കൾക്ക് സൂയിസൈഡ് പ്രിവെൻഷൻ ഗേറ്റ് കീപ്പർ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ തന്നെ NGOൻ്റെ അണ്ടറിലായിട്ട്, ലിസണിങ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGOൻ്റെ കീഴിൽ. ഇത്തവണത്തെ WHO-യുടെയും IASP എന്ന് പറയും, ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ, അവരുടെ നിർദ്ദേശം തന്നെ ഉള്ളത് ചേഞ്ചിങ് നെറേറ്റീവ് ഓൺ സൂയിസൈഡ്, സ്റ്റാർട്ട് കോൺവെർസേഷൻ എന്ന. സംസാരിച്ചു തുടങ്ങും, നമുക്ക് ഈ നെറേറ്റീവിനെ മാറ്റാൻ പറ്റും, ആളുകളെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നെറേറ്റീവായിട്ടുള്ളത്. അപ്പോൾ ഈ സൂയിസൈഡ് പ്രിവെൻഷൻ ഉപയോഗിക്കുന്ന വലിയൊരു ഏറ്റവും ഒരു മുഖ്യ ആയുധമാണ് സംസാരിക്കുക എന്നുള്ളത്. സംസാരിക്കുമ്പോഴാണ് നമുക്ക് ആളുകളെ മനസ്സിലാക്കാൻ പറ്റുക. ഒരു മനുഷ്യനെ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത്, അയാളുടെ ചിന്തകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അയാളുടെ സ്പീച്ചാണ്, അയാളുടെ സംസാരമാണ്. ഇപ്പോൾ ഒരു സാറിൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെ പറയുകയാണെങ്കിൽ മറ്റെന്തെല്ലാം ഈ പ്രിവെൻഷൻ ടെക്നിക്കുകളാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂയിസൈഡ് ഗേറ്റ് കീപ്പർ ട്രെയിനിങ് എന്നുള്ളതാണ്. ഗേറ്റ് കീപ്പർ ട്രെയിനിങ് WHO റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഗേറ്റ് കീപ്പർ എന്ന് പറഞ്ഞാൽ തന്നെ ഈ മരിക്കുന്ന ഓരോ മനുഷ്യനും അയാൾ ജീവിക്കുന്നത് അയാളുടെ ഒരു ചുറ്റുപാടിലാണ്. ആ ചുറ്റുപാടിലുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും അയാളുടെ ആത്മഹത്യാ വിചാരത്തെ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയായിരുന്നെങ്കിൽ ആ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ പറ്റും. അതിൻ്റെ ആ ഒരു മനുഷ്യൻ മനസ്സിലാക്കാനും അയാളൊരു പ്രൊഫഷനിലേക്ക് കണക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങാണ് ഗേറ്റ് കീപ്പർ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പം പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു മനുഷ്യൻ വല്ലാണ്ട് ദുഃഖിച്ചിരിക്കുകയാണ്, അയാൾ കുറേ നാളായിട്ട് എന്തോ പ്രയാസത്തിലാണ്. നമ്മളത് വിസിബിൾ ആയിരുന്നു, പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്തില്ല, നമ്മൾ അയാളോട് ചോദിച്ചില്ല, നമ്മൾ മനസ്സിലാക്കിയില്ല. അയാൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അയാളുടെ നിരാശയുടെ പരകോടിയിലെത്തിയപ്പോൾ അയാൾ മരിച്ചുപോയതിന് ശേഷം നമ്മൾ പറയും, എടാ കുറച്ച് നാളായിട്ട് അയാളിപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങിയിരുന്നില്ലല്ലോ, അയാൾ മരിച്ചുപോയല്ലോ, നമ്മൾ ചോദിച്ചാൽ മതിയായിരുന്നു, അയാളുടെ എന്താ പ്രശ്നം എന്നുള്ള അന്വേഷിച്ചില്ല, കുറച്ച് ദിവസമായിട്ട് അയാളെ ക്ലബ്ബിലൊന്നും കാണാറുണ്ടായിരുന്നില്ല, കുറച്ച് ദിവസമായിട്ട് അയാൾ ജമാഅത്തിന് പള്ളിയിൽ വരാറുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞ് പല കാര്യങ്ങൾ നമ്മൾ പിന്നീട് ഖേദിക്കാറുണ്ട്. അത് ഖേദിക്കാതിരിക്കാൻ എന്തൊക്കെയാണ് ഒരാൾ ആത്മഹത്യാ വിചാരമുള്ളൊരു മനുഷ്യൻ്റെ പെരുമാറ്റം, എങ്ങനെയായിരിക്കും അയാളുടെ ചിന്ത, അയാളെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത്, അതിന് സൈക്കോളജി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ ആ കുറച്ച് കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക, എക്വിപ്ഡ് ആക്കുക എന്നുള്ളതാണ് ഗേറ്റ് കീപ്പർ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നമ്മൾ ചെയ്യുന്നത്.